മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളായിരുന്നു കലാഭവൻ നവാസ്. അദ്ദേഹത്തിൻ്റെ മരണം മലയാളികളെ വളരെ അധികം നൊമ്പരത്തിൽ ആക്കിയിരുന്നു. ഹോട്ടൽ മുറിയിൽ വെച്ച് ഹൃദയാഘാതം സംഭവിച്ചാണ് മരണം. കലാഭവൻ നവാസിൻ്റെ കുടുംബത്തിനും സഹപ്രവർത്തകർക്കും വലിയ ഒരു ഞെട്ടൽ തന്നെയായിരുന്നു ഈ മരണവാർത്ത. അഭിനയ രംഗത്തും മിമിക്രി വേദികളിലും വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള കലാഭവൻ നവാസിന് നിരവധി പേർ ആദരാഞ്ജലി അർപ്പിച്ച് എത്തിയിരുന്നു. ഇതിനിടെ ഒരു പൊതുവേദിയിൽ നടൻ ആസിഫ് അലി നടത്തിയ പരാമർശം വിവാദമായിരിക്കുകയാണ്. കലാഭവൻ നവാസിന്റെ മരണത്തെക്കുറിച്ച് വളരെ ലാഘവത്തോട് സംസാരിച്ചതിന് വ്യാപക വിമർശനമാണ് ആസിഫ് അലിക്ക് നേരെ ഉയർന്നു വരുന്നത്. എന്നാൽ ഇതിനെ അനുകൂലിച്ചും ചിലർ കമന്റുകൾ ഇടുന്നുണ്ട്. ഈ ഒരു അവസരത്തിൽ പറയാമോ എന്നറിയില്ല, ഞങ്ങളുടെ സഹപ്രവർത്തകനായിരുന്ന പ്രിയപ്പെട്ടവനായിരുന്ന കലാഭവൻ നവാസിക്ക ഇന്നലെ രാത്രി മരണപ്പെട്ടു. വളരെ ഷോക്കിംഗ് ആയിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ എന്താണ് ഇനി നമ്മുടെ ലൈഫിൽ എന്ന് അറിയില്ല. കഴിഞ്ഞ കുറേ ദിവസം ഞങ്ങൾ ഒരുമിച്ച് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു. അന്ന് യാത്ര പറഞ്ഞിറങ്ങിയപ്പോൾ ഇനി അദ്ദേഹത്തെ കാണില്ലെന്ന് അറിയില്ലായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഉള്ള സമയം അടിപൊളിയാക്കുക. ആസിഫ് അലി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു. കാണികൾ ഇത് കേട്ട് ആർത്ത് വിളിക്കുന്നതും കേൾക്കാം. പരാമർശം സോഷ്യൽ മീഡിയയിൽ ഇതിനോടകം വലിയ ചർച്ചയായി മാറുകയും നിരവധി പേരാണ് ആസിഫ് അലി വിമർശിച്ച് രംഗത്തെത്തുകയും ചെയ്തത്. സഹപ്രവർത്തകരിൽ ഒരാൾ മരിച്ചിട്ട് മണിക്കൂറുകളെ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ തന്നെ ഇങ്ങനെ സംസാരിച്ച് മോട്ടിവേഷൻ നൽകാൻ എങ്ങനെ സാധിക്കുന്നു എന്നാണ് കുറേ പേരുടെ ചോദ്യം. കുറേ ദിവസം ഒരുമിച്ചുണ്ടായിരുന്ന ഒരാൾ മരിച്ചതിനെക്കുറിച്ച് എങ്ങനെ ഇങ്ങനെ സംസാരിക്കാൻ തോന്നുന്നു എന്നും ചോദ്യങ്ങളുണ്ട്. അടിപൊളി ആക്കാമായിരുന്നു എന്ന ഈ ദിവസങ്ങളിൽ തന്നെ വേണമായിരുന്നു പൊന്നുമോനെ, ഇങ്ങനെ പറഞ്ഞത് തെറ്റായി പോയി എന്നൊരു തോന്നൽ. നിന്റെ ചെറുപ്പത്തിൽ തൊട്ട് ഈ ഫീൽഡിലുള്ള ആളാണ് നവാസിക്ക, എപ്പോഴും മലയാള സിനിമയിലുണ്ട്. പക്ഷേ നീ കളിച്ചും ചിരിച്ചും പറഞ്ഞ ഈ വാക്കുകളുണ്ടല്ലോ, ഷെയ്മായിപ്പോയി മിസ്റ്റർ ആസിഫ് അലി എന്നിങ്ങനെ പലതരത്തിലുള്ള കമൻറ്റുകളാണ് പുറത്തു വരുന്നത്. ഇക്കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആസിഫ് അലിക്കൊപ്പമുള്ള ഫോട്ടോ കലാഭവൻ നവാസ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരുന്നു. നവാസിന്റെ മകനെയും ഫോട്ടോയിൽ കാണാം. അതേസമയം ആസിഫ് അലി അനുകൂലിച്ചും കമന്റുകൾ വരുന്നുണ്ട്. ജീവിതവും മരണവും എത്രമാത്രം അപ്രതീക്ഷിതമായിട്ടാണെന്നും ആസിഫ് അലി ഉദ്ദേശിച്ചതെന്നും കലാഭവൻ നവാസിനോട് അനാദരവ് കാണിച്ചതല്ലെന്നും അനുകൂലിക്കുന്നവർ വാദിക്കുന്നു. ജീവിതം പ്രവചനാതീതമാണെന്ന മാസങ്ങൾക്ക് മുൻപ് നൽകിയ ഒരു അഭിമുഖത്തിൽ കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു. ഈ നിമിഷത്തിൽ വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇപ്പോൾ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ചു വീടെത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല. ഇന്ന് കാണാം എന്ന് ഇന്നലെ പറഞ്ഞെങ്കിലും ഇന്ന് കാണാൻ പറ്റുമെന്ന് യാതൊരു ഗ്യാരണ്ടിയും ഇല്ലാത്തവരാണ് നമ്മൾ. അത്രയുള്ളൂ മനുഷ്യജീവിതമെന്ന് കലാഭവൻ നവാസ് പറഞ്ഞിരുന്നു. 51 വയസ്സിലാണ് കലാഭവൻ നവാസ് ലോകത്തോട് വിട പറഞ്ഞത്. ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ച് നെഞ്ചുവേദന അനുഭവപ്പെട്ടു എങ്കിലും ഷൂട്ടിംഗ് തീർന്നതിന് ശേഷം ആശുപത്രിയിൽ പോകാമെന്ന് കരുതി, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി അദ്ദേഹം അത് മറച്ചുവെച്ചു. അതിനുശേഷം ഹോട്ടൽ മുറിയിൽ ചെന്നതിന് ശേഷം വീട്ടിലേക്ക് യാത്ര ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു. എന്നാൽ അവിടെ വെച്ച് ഹൃദയാഘാതം സംഭവിച്ച് ലോകത്തോട് വിട പറയുകയാണ് ചെയ്തത്. കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.